എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ആരാണെന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പക്ഷിയായ നീല നിറത്തിലുള്ള പക്ഷിയെ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്കാരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹം നൽകി ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് എന്ത് തരം ഇഷ്ടമാണ് പകരം കാണിക്കുന്നത്, നിങ്ങളോട് എന്ത് തരം സമീപനമാണ് ആ വ്യക്തി കാണിക്കുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ്, ആ വ്യക്തിയുടെ ഇഷ്ടം, സ്നേഹം അതൊക്കെ എത്രമാത്രം നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് നിങ്ങൾ. ജീവിതത്തിൽ ആ വ്യക്തിയുടെ ചിന്തയിൽ നിന്നും, ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ നിന്നും, ആ വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ മാനസികമായ ചിന്തകളിലൊക്കെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ കേവലം നിറഞ്ഞു നിൽക്കുകയല്ല, നിങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ സാന്നിധ്യമാണ്. ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങളെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും തച്ചുടക്കാനോ തകർത്തു മാറ്റാനോ ആർക്കും കഴിയില്ല. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ അളവും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ അതിർവരമ്പുകളും ഒന്നും പറയാൻ കഴിയില്ല. അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നു. എന്നും നിങ്ങൾ അടുത്തുണ്ടാകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാത്ത ദിനങ്ങൾ, നിങ്ങളില്ലാത്ത നിമിഷങ്ങളും മണിക്കൂറുകൾ അത് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമുള്ളതല്ല. വിങ്ങലോടെയാണ് ആ വ്യക്തി അത് തള്ളി നീക്കുന്നത്. എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ അനുകൂലമായൊരു സാഹചര്യമല്ല ആ വ്യക്തിക്ക് ചുറ്റുമുള്ളത്. ആ വ്യക്തിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ നിങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ അതോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട്, ഹൃദയം കൊണ്ട് അതോടൊക്കെ അകൽച്ച പാലിച്ചുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അതിനൊന്നും വിശ്വസിക്കാതെ ആ വ്യക്തി നിങ്ങളെ മാത്രം വിശ്വസിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുള്ളത് കൊണ്ടാണ്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ കൃത്യമായി അറിയുന്നുണ്ട്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളാണ് ശരിയെന്നുള്ളത്. ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്നും നിങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ സംഭവങ്ങളെന്നും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് യഥാർത്ഥ ശുദ്ധതയെന്നും എല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കരുതെന്ന് ആളുകൾ പറഞ്ഞിട്ടും, നിങ്ങളെ ഇഷ്ടപ്പെടരുതെന്ന് ആളുകൾ പറഞ്ഞിട്ടും, നിങ്ങളോട് അകലം പാലിക്കണമെന്ന് ആളുകൾ പറഞ്ഞിട്ടും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നന്മ ആ വ്യക്തി അറിയുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവേകവും മനസ്സിൻ്റെ വിശാലതയും ആ വ്യക്തിക്കുണ്ട്. ഇതുതന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ള ആ വ്യക്തിയുടെ ആ വിശാലമായ മനസ്സ്, അതുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളേറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഇരുട്ടിൽ തെളിയുന്ന, അല്ലെങ്കിൽ ജ്വലിച്ചു നിൽക്കുന്ന ബന്ധം. അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പക്ഷിയുടെ പയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. നിങ്ങളോട് ആ വ്യക്തിക്ക് എല്ലാവരേക്കാളും സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം കാണിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൽ ആ വ്യക്തിക്ക് കിട്ടിയ അനുഭവങ്ങളും ആ വ്യക്തിക്ക് കിട്ടിയ ജീവിത പരിചയങ്ങളും ഒക്കെ ആ വ്യക്തിയോട് പറയുന്നത് ഒരുതരം മരവിപ്പാണ്. മരവിച്ച മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. മരവിച്ച ഒരു മനസ്സ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ആ മരവിപ്പ് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. സ്നേഹിക്കുന്നവരൊക്കെ പിന്നീട് വഞ്ചിച്ചോ,
പിന്നീട് യാതൊരു തരത്തിലുള്ള പരിഗണനയും കാണിക്കാതെ പോയ ഒരു വ്യക്തി ആണ് ആ വ്യക്തി. ആരും ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല. എല്ലാവരും ആ വ്യക്തിയെ വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ. എല്ലാവരുടെയും ചതിയും വഞ്ചനയും അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം ഒരു മരവിപ്പായിട്ട് മാറിയെന്ന് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു. തനിക്ക് സന്തോഷിക്കാനോ തനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനോ അവസരം തൻ്റെ ജീവിതം തനിക്ക് തന്നില്ല എന്നാണ് ആ വ്യക്തി വിലയിരുത്തുന്നത്. അത്രത്തോളം മാനസികമായിട്ടുള്ള വിഷമം ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഇനി താൻ ആരെങ്കിലും സ്നേഹിക്കണോ, അല്ലെങ്കിൽ സ്നേഹിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ എന്നും ദുഃഖം സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിൽ എന്നും വിഷമങ്ങളും അവഗണനകളും വഞ്ചനകളും തൻ്റെ ഹൃദയത്തിൽ ആളുകൾ കുത്തി നിറച്ചിരിക്കുന്നു. ഇനി ആരെയും സ്നേഹിക്കാനോ ഇനി ആരെയും വിശ്വസിക്കാനോ താനില്ല. എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളാകാം. ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പകരം എനിക്ക് ആ വ്യക്തിക്ക് നൽകാനൊന്നുമില്ല. ഞാൻ കൂടുതൽ സ്നേഹപ്രകടനം ആ വ്യക്തിയോട് നടത്തിയാൽ ആ വ്യക്തിയും പഴയ പോലെ അനുഭവങ്ങൾ എനിക്ക് സമ്മാനിക്കുമോ എന്നുള്ള ഒരു വിഷമം ആ വ്യക്തി ഹൃദയത്തിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സ്നേഹം അത് സത്യമാണെന്ന് ആ വ്യക്തിക്കറിയാം. പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്നുള്ള ആളുകൾ, ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ യഥാവിധി തടയാനൊന്നും ആ വ്യക്തിക്കും കഴിയുന്നില്ല. സാഹചര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അനുകൂലമാണ്. പക്ഷേ ആ വ്യക്തി ഈ ഭൂമിയിൽ കാലുകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ നാവുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും ആത്മാർത്ഥമായി എല്ലാ പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളിക്കിടയിലും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തെ തച്ചുടയ്ക്കാനോ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ വിശ്വാസത്തെ, അല്ലെങ്കിൽ നിങ്ങളിൽ വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ വിശ്വാസത്തെ തകർക്കാനോ ആർക്കും സാധിക്കില്ല. അതിനൊരു ആത്മീയ ചൈതന്യമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രതിസന്ധികൾക്കിടയിൽ തകരാതെ നിൽക്കുന്ന പ്രണയത്തിൻ്റേതോ ഇഷ്ടത്തിൻ്റെയോ ആകർഷണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരിറ്റു സ്നേഹത്തിൻ്റേതായ ഒരു കവചം അതിനുണ്ട്. ആ ഉരുക്ക് കവചത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. വാക്കുകളും പ്രവൃത്തികളും പുറമെ കാണിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങൾ നൽകുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെ ആ ശക്തമായ കവചം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിക്കറിയാം, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയം ആർക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും. അത് ആർക്കും നിങ്ങളെപ്പോലെ ആകാനും കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.